നമസ്കാരം. ഞാനിപ്പം മണിക്കുട്ടനെ കൊണ്ട് ആശുപത്രിയിൽ പോവാണേ. അപ്പോൾ ഇന്നിപ്പം സിന്ധു വന്നില്ല. സിന്ധുവിന് ഇച്ചിരി തിരക്കുണ്ട് വീട്ടിൽ. മാത്രമല്ല അവിടെ രണ്ടുപേർ ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിപ്പം മണിക്കുട്ടനെ കൊണ്ട് ആശുപത്രിയിലോട്ട് പോവാം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഇന്നത്തെ മണിക്കുട്ടൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അവൻ്റെ ഇപ്പോഴത്തെ വിവരം കാര്യങ്ങളൊക്കെ ഡോക്ടറും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഇറങ്ങുന്നുണ്ടോ? പുള്ളി അതിനകത്തിരുന്ന് ചിറകിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അവനിങ്ങനെയുള്ള കൊച്ചു കൂട്ടിനകത്തിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഒരുപാട് വ്യത്യാസമുണ്ട് അവൻ്റെ ശരീരത്തിനൊക്കെ. പക്ഷെങ്കിൽ കാലിനാണ് പ്രശ്നം. രാത്രിയിൽ 8 മണിയാവാറായി. എന്നിട്ടും റോഡിലൂടെ ബൈപ്പാസിലെല്ലാം ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ അവിടെ ഇന്ന് തിരക്കുണ്ടോ എന്തോന്ന് അറിയത്തില്ല. ഹോസ്പിറ്റലിൽ ചങ്ങനാശ്ശേരി ബൈപ്പാസ് പാലത്ര ഭാഗം എന്ന് പറഞ്ഞാൽ മൊത്തം ഹോട്ടലുകളുടെ ഒരു കേന്ദ്രമാണ്. അവിടോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള ഫുഡും അവിടെ നമുക്ക് കിട്ടും. അതുപോലുള്ള സൂപ്പർ ഹോട്ടലുകളാണ് ഈ ബൈപ്പാസ് മൊത്തം. അപ്പോൾ അതുകൊണ്ട് ബൈപ്പാസിൻ്റെ 2 സൈഡും വാഹനങ്ങളാണ്. അതുകൊണ്ട് റോഡിലും ബ്ലോക്കാണ്. ഏകദേശം റോഡ് മൊത്തം നിറഞ്ഞ വണ്ടികൾ, 2 സൈഡും വണ്ടികൾ നിറഞ്ഞു കിടക്കുകയാണ്. എല്ലാം ഓരോരോ ടൈപ്പിലുള്ള ഫുഡുകളുള്ള കടകളാണ്. ഇവിടെ ഒരു 6-7 മാസമായി വന്ന ഒരു ഹോട്ടൽ അച്ചായൻസ് റെസ്റ്റോറൻറ്റ്. നമ്മൾ ഫൈനാൻസ് സ്വർണ്ണക്കടയൊക്കെ നടത്തുന്ന അവരുടെയാണ്. അതുപോലെ എല്ലാ തരത്തിലുള്ള ഹോട്ടലുകൾ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഹോട്ടലുകളിൽ വന്ന വണ്ടികളായി കിടക്കുന്ന മൊത്തം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കുഴിമന്തിയുണ്ട്. ബാർബിക്യൂ റെസ്റ്റോറൻറ്റ് അതിന് ഓപ്പോസിറ്റായിട്ട്. അത് ഭയങ്കര ഒരെണ്ണമാണ് ബാർബിക്യൂ റെസ്റ്റോറൻറ്റ്. ഒരു സമുദ്ര റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് ഈ പറഞ്ഞതുപോലെ വലുതാണ്. അലപ്തറ ജംഗ്ഷനിലെത്തി. ഞാൻ സിഗ്നലിന് വേണ്ടി കാത്തു കിടക്കും. ഇപ്പോൾ അപ്പോളോ ക്ലിനിക്കിൻ്റെ മുന്നിലെത്തി. ഡോക്ടർ ഉള്ളിലുണ്ടെന്നാണ് തോന്നുന്നു. വാഹനങ്ങൾ ഇഷ്ടം പോലെ കിടക്കും. ഇപ്പം നിറച്ച് വണ്ടികൾ. ചിറകയിലെല്ലാം മരുന്ന് വെച്ചു, എല്ലാം റെഡിയാക്കി 2 ഇഞ്ചക്ഷൻ എടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഡോക്ടർ പറഞ്ഞ കാലിനൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചിറക് ആദ്യം കരിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാലിലേക്ക് കിടക്കാമെന്ന ഡോക്ടർ പറഞ്ഞത്. ചിറകിനെല്ലാം കരിവ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവനിങ്ങനെ വേദന കൊണ്ടാണോ ഇനി ചൊറിച്ചിലും എല്ലാം കൊണ്ടാണോ എന്നറിയില്ല, അവനതിങ്ങനെ കുത്തിപ്പറിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഞങ്ങൾ മുന്നോട്ട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് മണിക്കുട്ടനെ പെട്ടെന്ന് സുഖമാകാൻ വേണ്ടിയിട്ട്.